Hi guys, welcome to Gia Vlogs. മഞ്ഞുമല കണ്ടിട്ടുണ്ട് ഗൈസ്, മഞ്ഞുമല നോക്കൂ, ഇതാണ് മഞ്ഞുമല. ഞങ്ങളെല്ലാവരും ഒരു 30 മലയാളികൾ ഉണ്ടാവണം ആപത്തോൺ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് 2 മണിക്കൂർ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലോറൻസിൽ നിന്ന് 2 മണിക്കൂർ ഒരു ബസ് എടുത്തിട്ട് ഞങ്ങൾ കൂട്ടുകാരെ കൂടി ഇവിടെ വന്നേക്കാണ്. 2 മണിക്കൂർ യാത്രയുള്ളൂ. അബേത്തോൺ എന്ന് പറഞ്ഞ ഈ മഞ്ഞുമലയ്ക്ക് നല്ല പൊളിയാണ് മോനെ, അടിപൊളി വൈബാണ്. നല്ല അസലും മഞ്ഞും ആ നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തു. കുറേ കുട്ടികളുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2000 മീറ്റർ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ താഴത്ത് വണ്ടി വന്നിട്ട് അവിടെ നിന്ന് ഒരു കേബിൾ കാർ എടുത്താണ് വന്നത്. എന്താ രസം, സൂപ്പർ. ഇതൊക്കെ ഞങ്ങളിവിടെ ഞങ്ങൾ കൂടുതലൊരു ബസ്സിൽ വന്നവര് എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. ഹാപ്പി അല്ലേ? അടിപൊളി. മഞ്ഞില് കൂടാത്തതിന്റെ ഒരു പ്രശ്നമില്ല. ഐവിനെ അടിപൊളിയാ, സൂപ്പർ അല്ലേ? ആൾക്കാർ ഇവിടെ നിന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഈ ഇതൊക്കെ സ്കീ ചെയ്ത് പോകണമൊക്കെ നല്ല രസം കാണാനായിട്ട്. അതേപോലെ തന്നെ സ്നോ ബോർഡ് വെച്ചും പോണവരുണ്ട്. ദേ ഇവനിപ്പോൾ പോകാൻ പോകണം കേട്ടോ. ഇതേ പോണു. എത്ര ഇത് വേണമെന്നൊക്കെ ഈ ഇറക്കത്തില് ഇതിന്റെ താഴം വരെ ചെല്ലാം. ആ കാണുന്ന ഹൈറ്റിലുള്ള ഇതില്ലേ, അത് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന സ്ഥലം കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അലീഷ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ആ വടിയിലൊന്നുമില്ല, വടി വേറെ, അത് ഇൻസ്റ്റ. ഇതേ പോണൊക്കെ എന്താ സ്റ്റൈലൊക്കെ, എന്ത് ബാലൻസ് അവർക്ക് വേണല്ലേ. എടാ ജാക്കി, സൂപ്പർ അല്ലേ? ദേ ഈ കേബിൾ കാറിൽ ഇത്ര ഹൈറ്റിൽ ആൾക്കാർ വരുന്നു, സ്നോ ബോർഡായിട്ട് അല്ലെങ്കിൽ സ്കീ ആയിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് പോകുന്നു. ഇതാണ് പരിപാടി. വീഡിയോ ഉണ്ടോ? പൊളിച്ചോ പൊളിച്ചോ. കുഞ്ഞാവന്തി, ഹലോ ഹലോ. കാര്യങ്ങള് കർത്താവേ, ചെരുപ്പൊക്കെ പെട്ട കുഴപ്പമൊന്നുമില്ല. എന്തോ tutti e tre? Guardate me, guardate me. Ando, per favore. Sì, preso, ci siamo. Jackie! Magari più veloce, andare un po' più. Andiamo un po' più veloce.
See? Quando rompe questo succede? മനോഹരമായ അബത്തോണി എന്ന് പറഞ്ഞ മഞ്ഞുമലയിലെ ടൂർ അവസാനിച്ച് ഞങ്ങൾ ബസ്സിൽ തിരിച്ചു പോവുകയാണ്. ദൈവം സഹായിച്ച് വളരെ നല്ല കാലാവസ്ഥയായിരുന്നു എന്ന് കുട്ടികളും എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂറിൽ പങ്കെടുത്ത എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഇതുപോലത്തെ ടൂറുകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. പ്രവാസികളായ നമ്മൾ ജോലി തിരക്കിനിടയിൽ വളരെ അപൂർവം കിട്ടുന്ന ഇതേപോലത്തെ അവസരങ്ങൾ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ആരും മിസ്സാക്കരുത്. കാരണം നമുക്കും വേണ്ട കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റൊക്കെ ഇതേപോലെ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ടൂറിൽ കാണുന്നവരെ ബൈ ബൈ.